Celebrating 50 years. Majestic Jewelers. കുഞ്ഞാലിക്കുട്ടിയെ വെല്ലുവിളിച്ച് കെ.ടി. ജലീൽ എം.എൽ.എ. ഇ.ഡി. വിവാദത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ശബ്ദരേഖ പുറത്തുവിടേണ്ടി വരുമെന്ന് ജലീൽ മുന്നറിയിപ്പ് നൽകി. അതോടെ കുഞ്ഞാലിക്കുട്ടിക്ക് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നും ജലീൽ അറിയിച്ചു. ചന്ദ്രിക ദിനപത്രത്തിൽ 10 കോടി രൂപ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് ലീഗിനെ ഒന്നാകെ പ്രതിരോധത്തിലാക്കിയതിനു പിന്നാലെയാണ് വീണ്ടും വെല്ലുവിളിയുമായി കെ.ടി. ജലീൽ രംഗത്തെത്തുന്നത്. ആദ്യം ഹൈദരലി തങ്ങളെ ഇ.ഡി. ചോദ്യം ചെയ്തെന്ന് വെളിപ്പെടുത്തിയ ജലീൽ തൊട്ടടുത്ത ദിവസം കുഞ്ഞാലിക്കുട്ടിയാണ് എല്ലാത്തിനും ഉത്തരവാദിയെന്നും പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് കുഞ്ഞാലിക്കുട്ടിയെ വീണ്ടും വെല്ലുവിളിച്ച് ജലീൽ രംഗത്തെത്തുന്നത്. ഇ.ഡിയുമായി ബന്ധപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയുടെ ശബ്ദരേഖ പുറത്തുവിടേണ്ടി വരുമെന്നാണ് ജലീലിന്റെ പുതിയ മുന്നറിയിപ്പ്. അതോടെ കുഞ്ഞാലിക്കുട്ടിക്ക് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നും ജലീൽ മുന്നറിയിപ്പ് നൽകി. മൊയ്ൻ അലി ശിഹാബ് തങ്ങൾക്കെതിരെ നടപടിയെടുപ്പിക്കാമെന്നാണ് ഭാവമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. സൂക്ഷിച്ചു കൈകാര്യം ചെയ്താൽ അദ്ദേഹത്തിന് നല്ലതാണെന്നും ജലീൽ മുന്നറിയിപ്പ് നൽകി. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബിൻ്റെയും BV അബ്ദുള്ള കോയ സാഹിബിൻ്റെയും അതുപോലെ തന്നെ കൊരമ്പയിൽ അഹമ്മദ് ഹാജി സാഹിബിൻ്റെയും ജനറൽ സെക്രട്ടറിഷിപ്പിൽ നിലനിന്നിരുന്നത്. എന്നാൽ PK കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ വന്നതോടെ, നേതൃരംഗത്ത് വന്നതോടെ അതിനൊരു വലിയ മാറ്റമുണ്ടായി. അദ്ദേഹം ലീഗിനെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കാനാണ് ശ്രമിച്ചത്. ആ ശ്രമത്തിനെതിരായി ലീഗിലെ മഹാഭൂരിപക്ഷം വരുന്ന അണികൾ എക്കാലത്തും പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയും അതുണ്ടാകും. തൻ്റെ ചോറ്റുപട്ടാളത്തെ ഉപയോഗിച്ച് സത്യം വിളിച്ചു പറഞ്ഞ പാണക്കാട് സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾക്കെതിരായി നടപടി ലീഗിൻ്റെ നേതൃയോഗത്തിൽ എടുപ്പിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവമെങ്കിൽ അതിന് അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വരും. അദ്ദേഹം തന്നെ ഇ.ഡിയുമായി ബന്ധപ്പെട്ട വിഷയം പാണക്കാട് കുടുംബത്തിലെ പല അംഗങ്ങളോടും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ശബ്ദരേഖകൾ അറ്റകൈക്ക് പുറത്തുവിടേണ്ടി വരും. അത് പുറത്തു വന്നാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോവുക. സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അദ്ദേഹത്തിന് നന്ന്. അതാണ് എനിക്ക് ആ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പാണക്കാട് കുടുംബത്തെ വരുതിയിൽ നിർത്താമെന്നാണ് വിചാരമെങ്കിൽ ആ വിചാരം തെറ്റാണെന്ന് ജലീൽ പറഞ്ഞു. 2006 സംഭവിച്ചതിനപ്പുറം കാര്യങ്ങൾ നീങ്ങും. കാത്തിരുന്നു കാണാമെന്നും ജലീൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പാണക്കാട് സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ വളരെ മോശമായി, എന്തുമാത്രം വൃത്തിഹീനമായ ഭാഷയിലാണ് ഒരു തെരുവ് ഗുണ്ട വിശേഷിപ്പിച്ചത്. ഏതൊരാളും കേട്ടാൽ അറക്കുന്ന പദപ്രയോഗങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല, സത്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും അയാളെ കൊണ്ട് നടത്തിപ്പിച്ചു. ഇങ്ങനെയൊക്കെ പാണക്കാട് കുടുംബത്തെ വരുതിയിൽ നിർത്താമെന്ന് കുഞ്ഞാലിക്കുട്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം തെറ്റാണ്. 2006 സംഭവിച്ചതല്ല സംഭവിക്കുക. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങും. ലെറ്റ് us wait and see.